ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ സൂൺ. തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് മൈ ലൈഫ് ഈസ് വർട്ട്ലെസ് വിതൗട്ട് യു. അവരുടെ ജീവിതം തന്നെ നിങ്ങളില്ലാണ്ട് ഒരു വാല്യൂ ഇല്ലാത്തതുപോലെയാണ് എന്നവർ നിങ്ങളോട് പറയാണ്. അവരുടെ ജീവിതത്തിനൊരു മൂല്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. അവർക്ക് നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയമാണ്. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ. ഓക്കെ, നിങ്ങളോട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെന്റും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഐ കാൺട്ട് സീ യു ക്രൈങ്. ഓക്കെ, നിങ്ങൾ സങ്കടപ്പെടുന്നതോ നിങ്ങൾ കരയുന്നതോ ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല എന്ന് നിങ്ങളോട് പറയാണ്. കം ബാക്ക് ഇൻ മൈ ലൈഫ്. അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വരൂ എന്ന് പറയുന്നു. ആൻഡ് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഓക്കെ, അവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ. ആൻഡ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് തോന്നുന്നുണ്ടാവാം. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, ആ ഒരു ഫീലിങ്സ് ഉണ്ടാവണം. നിങ്ങൾ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ടുള്ള ഒരു എന്താണ് ജോഡിയാണ് എന്നൊക്കെ അവർക്ക് ഈ ഒരു സമയം ഫീൽ ചെയ്യുന്നുണ്ടാവാം. ലെറ്റ്സ് ടോക്ക് ആൻഡ് ക്ലിയർ അവർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സംസാരിച്ച് നമുക്കിടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ക്ലിയർ ചെയ്യാം എന്ന് അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുകയാണ്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. ഓക്കെ, അവരുടെ ഹൃദയം സ്പർശിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആൻഡ് ഐ കാൺട്ട് ലിവ് വിതൗട്ട് യു. ഓക്കെ, നിങ്ങളില്ലാണ്ട് അവർക്ക് ലൈഫിൽ ഒരു ദിവസം പോലും സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഫൈനലി ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. നിങ്ങൾക്കായിട്ടാണ് അവരുടെ ഫീലിങ്സ് എല്ലാം അവർ ഹൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവരൊരിക്കൽ പോലും നിങ്ങളോട് അവരുടെ വിഷമങ്ങളോ അവരുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും നിങ്ങളോടായിട്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എല്ലാം നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കായിട്ടുള്ള ഇമോഷണൽ മെസ്സേജസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. യെസ്, ലൈഫിൽ ഒരിക്കലും മറ്റൊരു സിറ്റുവേഷനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് തടസ്സമാണോ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഈ ഒരു സമയം കീപ്പ് ചെയ്ത് പോകുന്നത്, ആ ഒരു സിറ്റുവേഷന് പോലും നിങ്ങളെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. അത്രയും അവർ ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അവർ ഒരുപാട് സ്ട്രോങ്, അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് ഒരുപാടായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകാൻ അവർക്ക് ചിലപ്പോൾ ഇത്രയും നാളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ളൊരു പ്രണയം നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല. പക്ഷെ ഇപ്പോൾ ഈ നിമിഷം അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹവും ആ ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ നിങ്ങൾക്ക് നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അത്രയും അവർ ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, മേ ബി അവർ ഒത്തിരി ഈഗോ ഉള്ളൊരു വ്യക്തി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളുടെ അരികിലേക്ക് വരാതിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എത്രത്തോളമാണ് അവരുടെ ലൈഫിൽ ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്നത്, അല്ലെങ്കിൽ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനെയും അത് ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, ഫയർ എനർജിയാണ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് അവർക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരുപാട് ഇമോഷണലി അവർ നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത്രയും അവര് പ്രഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടൊക്കെ നിങ്ങളെ കാണുന്നുണ്ട്. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഓക്കെ, ഐ വോണ്ട് ടു ടെൽ യു സോ മെനി തിങ്സ്. ഓക്കെ, നിങ്ങളോടായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് the day I have let you go was the hardest day of my life. Okay,
അവരുടെ ലൈഫിൽ നിന്നും നിങ്ങൾ അകന്നു മാറിയ ആ ഒരു നിമിഷമാണ് അവർക്ക് അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള, അത്രയും അവർക്ക് വേദനാജനകമായിട്ടൊരു ദിവസമായിട്ട് അവർ കാണുന്നത്. ഓക്കെ, I just feel so much for you. I would like to come to you, but I fear you will never forgive me. Okay. ഇപ്പോൾ നിങ്ങൾക്കായിട്ട് അവർക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്. അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ഭയമുള്ളത്, അവർ നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് ആസ് ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, അവർക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്രമാത്രം ഡീപ്പായിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. മേ ബി അത് നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു സ്നേഹം അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട്. യെസ്, ഐ എം അഫ്രൈഡ് ഓഫ് ഹേർട്ടിങ് യു, സോ ഐ കീപ് മൈ ഡിസ്റ്റൻസ് ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ടു മേക്ക് യു സാഡ്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കാൻ അവർ ഒരുപാട് ഭയക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വരുന്നൊരു സന്ദർഭം വന്നപ്പോൾ അവർ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു പോയി. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്തത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അവർക്ക് ഈ ഒരു സമയം നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ, ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത്. അവരുടെ വേദനകൾ എപ്പോഴും അവർ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യമാണ്. ഐ എം സോറി. ഓക്കെ, അവർ നിങ്ങളോട് സോറി പറയാണ്. നോ വൺ ക്യാൻ റീപ്ലേസ് യു. ഒരിക്കലും ലൈഫിൽ മറ്റൊരു വ്യക്തികളാലെയും നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് പകരം ഒരാൾ അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നവർ നിങ്ങളോട് പറയാണ്. ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, യു വെയർ റോങ്. ഓക്കെ, മേ ബി നിങ്ങളായിട്ട് തന്നെ ഈ വ്യക്തിയെ തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഓക്കെ, നിങ്ങളില്ലാതെ അവർക്ക് ലൈഫ് ഒരു ശൂന്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട്. എപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിങ്ങളാണ് എന്ന് പറയുകയാണ്. ഐ ഫീൽ ഗിൽറ്റി ഓഫ് വാട്ട് ഐ ഹാവ് ഡൺ, ഐ ഫീൽ ഹെൽപ്ലെസ്. ഓക്കെ, അവര് നിങ്ങളോടായി ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഇപ്പോൾ അവർക്ക് ഒരു കുറ്റബോധമുണ്ട്. ആ ഒരു സമയത്ത് അവര് നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് യു ആർ മൈൻ, ഐ ലവ് യു. അപ്പോൾ നിങ്ങൾ അവരുടേതാണ്, അത്രയും അവർ നിങ്ങളെ പ്രണയിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്നാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്.